സംസ്ഥാന സർക്കാർ ഒരു നിർണായക നീക്കം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകളും വഴിതിരിഞ്ഞു വന്നു. കേരളത്തിന് സ്വന്തമായി ഒരു രാഷ്ട്രപതി വേണമോ എന്നടക്കമുള്ള കാര്യങ്ങളും ചർച്ചയിൽ വന്നു. അല്ല, കേരളത്തിന് എന്തുകൊണ്ട് രാഷ്ട്രപതിയെ വേണ്ട എന്ന ചോദ്യവും വലിയ രീതിയിൽ ഉയരുകയാണ്. പിണറായി വിജയൻ ഒരു മണ്ടൻ തീരുമാനം എടുത്തെന്ന് കുറ്റപ്പെടുത്തുന്നവരും കുറവല്ല. എന്തായാലും അതിനൊരു പശ്ചാത്തലം നോക്കാം. രാഷ്ട്രപതിക്കെതിരെ ഒരു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുക അസാധാരണ നീക്കമാണ് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ അസാധാരണ നീക്കത്തിൽ തനിക്ക് ഒരു അഭിപ്രായവും പറയാനില്ല എന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അവർ എന്തു വേണോ കാട്ടിക്കൂട്ടട്ടെ, സുപ്രീം കോടതി തീരുമാനിക്കും ഇനി എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു നിർത്തുകയായിരുന്നു ഗവർണർ. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചോദ്യങ്ങളില്ല, ചോദ്യങ്ങൾക്ക് എന്റെ ഭാഗത്തു നിന്നും മറുപടിയും ലഭിക്കുകയില്ല എന്ന് അടച്ചങ്ങ് പറഞ്ഞിരിക്കുകയാണ് ഗവർണർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള ഏറ്റുമുട്ടൽ മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നത് വ്യക്തം. ഭരണഘടനയെയും ഫെഡറൽ തത്വങ്ങളെയും കാറ്റിൽ പറത്തി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ പ്രതിരോധിക്കാൻ രണ്ടും കൽപ്പിച്ച ഇറങ്ങിയിരിക്കുന്ന കേരള നിയമസഭകളുടെ അധികാരം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത എന്ന പ്രതീക്ഷയിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് ഇടതുപാളയത്തിൽ നിന്ന് വരുന്ന വിശദീകരണം. ഒരുപക്ഷെ കേന്ദ്ര നിലപാടുകൾക്കെതിരെ ഏറ്റവും കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുന്ന സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം. അതിനുണ്ടാകുന്ന വിധികൾ, അതിനെതിരെ വരുന്ന നടപടികൾ എന്തൊക്കെയെന്ന മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ നിരവധി നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ ഇത്തരത്തിൽ രാഷ്ട്രപതിയെ നേരിട്ടോ അല്ലെങ്കിൽ ഗവർണറെ നേരിട്ടോ അല്ല, രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും ഗവർണറുടെ സെക്രട്ടറിയുമാണ് ഇവിടെ പ്രതി ചേർത്തിട്ടുള്ളത്. റിട്ട് ഹർജി നൽകുമ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത് അത് സംസ്ഥാനത്തിന്റെ ബുദ്ധിപരമായ ഒരു നീക്കമാണെന്നാണ് വ്യക്തമാകുന്നത്. ഗുരുതര ആരോപണങ്ങളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ സുപ്രീം കോടതി പലയിടങ്ങളിലും ഇടപെടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന് ഗവർണറിന്റെ നീക്കങ്ങൾ, മറ്റൊന്ന് രാഷ്ട്രപതിയുടെ നീക്കങ്ങൾ. അങ്ങനെ പലതരത്തിലും സുപ്രീം കോടതി ഇടപെടാൻ മടിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇടപെടാറ് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഗവർണറെ അടക്കം അത് പല സംസ്ഥാനങ്ങളിൽ നിന്നായിക്കോട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ തമിഴ്നാട് ഗവർണറെ രൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി വിമർശിച്ചത്. അതുപോലെ തന്നെ പലതരത്തിലേക്ക് കാര്യങ്ങൾ പലയിടങ്ങളിലേക്ക് സുപ്രീം കോടതി എത്തുന്നു, സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവന എത്തുന്നു എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയും സുപ്രീം കോടതി രാഷ്ട്രപതിക്കെതിരെയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഒരു നീക്കത്തിനെതിരെയോ സുപ്രീം കോടതി ഒരു വിധി പറയുകയോ അല്ലെങ്കിൽ ഹർജി കേൾക്കുകയോ വാദം കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി എങ്ങനെയാണ് ഇത്തരത്തിലൊരു റിട്ട് ഹർജി എത്തുമ്പോൾ സുപ്രീം കോടതിക്ക് അത് മുഖവിലയ്ക്ക് എടുക്കാതിരിക്കാനും സാധിക്കുകയില്ല. എന്തായിരിക്കും ഇനിയുള്ള നടപടി എന്ന് കണ്ടറിയേണ്ടതുണ്ട്. രാഷ്ട്രപതിയുടെ പ്രവർത്തനങ്ങൾക്കും സുപ്രീം കോടതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ പരാമർശമോ ഒക്കെ ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇനി അങ്ങനെ ഉണ്ടായാൽ അതൊരു ചരിത്രം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അങ്ങനെയുള്ള ചരിത്രം സൃഷ്ടിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ കുബുദ്ധിയാണിത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് പല വിമർശകരും മറ്റൊരിടത്ത്. എന്തായാലും ഗവർണറുടെയും BJPയുടെയും അജണ്ടയ്ക്കനുസരിച്ച് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നുവെന്ന വിമർശനമാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്.